കിസാൻ സമ്മാൻ നിധി കിട്ടാതെ പോകുമോ? പലരും ആശങ്കയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. കൃഷിഭവനുകളിൽ നിന്ന് വല്ലാതെ നിർബന്ധിക്കുന്നു, വിളിക്കുന്നു. അവിടെ അഗ്രിസ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഫാർമേഴ്സ് രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു. അത് ചെയ്തില്ല എങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കിസാൻ സമ്മാൻ നിധി പോലും മുടങ്ങും എന്നും പറയുന്നു. കുറച്ചുനാൾ മുമ്പ് ഇതുപോലെ എല്ലാവരെയും വിളിച്ചുകൂട്ടി നിർബന്ധിച്ച് വളരെ വേഗത്തിൽ കതിർ ആപ്പിൽ ചേർത്ത കാര്യം ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കതിർ ആപ്പിൽ ചേർന്നവർ വീണ്ടും അഗ്രിസ്റ്റാക്കിലും കൂടി ചേരേണ്ട കാര്യമുണ്ടോ? ഇനി ഇത് രണ്ടുമില്ല എങ്കിൽ പോലും കിസാൻ സമ്മാൻ നിധി കിട്ടിക്കൊണ്ടിരുന്നതാണല്ലോ, അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ കിസാൻ സമ്മാൻ നിധി രജിസ്ട്രേഷൻ നടത്തി പണം കിട്ടിക്കൊണ്ടിരിക്കുന്നവർ കതിർ ആപ്പിലും ചേർന്ന് അഗ്രിസ്റ്റാക്കിലും ചേർന്ന് ഇനിയും ഈ നടപടിക്രമങ്ങളുമായി പോവേണ്ട കാര്യമുണ്ടോ? പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പദ്ധതി കിസാൻ സമ്മാൻ നിധി നടപ്പിലായ കാലത്ത് വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളോടും പറഞ്ഞതാണ്, നിങ്ങളുടെ സംസ്ഥാനത്തെ കൃഷിക്കാരുടെ വിശദാംശങ്ങൾ കേന്ദ്ര രജിസ്ട്രിയിലേക്ക് പോർട്ടലിലേക്ക് നൽകണം. അന്ന് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും നൽകിയെങ്കിലും കേരളം മാത്രം, ഇത് കേരളമാണ്, അങ്ങനെ തരാൻ പറ്റില്ല, അത് കർഷകരുടെ സ്വകാര്യതയിലുള്ള കൈകടത്തലാവും, അത് അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് കേരളത്തിന് ഈ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നു. അതിൻ്റെ ഫലമായി കാർഷിക മേഖലയിൽ കർഷകർക്ക് ലഭിക്കുമായിരുന്ന നിരവധിയായ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ കേരളത്തിലെ കർഷകർക്ക് മാത്രം നഷ്ടപ്പെട്ടു. കാർഷിക മേഖലയിൽ കർഷകർക്ക് ലഭിക്കുമായിരുന്ന നിരവധിയായ സബ്സിഡികൾ കേരളത്തിലെ കർഷകർക്ക് മാത്രം നഷ്ടപ്പെട്ടു. കാർഷിക രംഗത്ത് ധാരാളമായി ലഭിക്കുമായിരുന്ന ലോണുകൾ കേരളത്തിലെ കർഷകർക്ക് നഷ്ടപ്പെട്ടു. കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സബ്സിഡികൾ കേരളത്തിലെ കർഷകർക്ക് നഷ്ടപ്പെട്ടു. യന്ത്രോപകരണങ്ങൾ പകുതി വിലയ്ക്ക് 80% വിലക്കുറവിൽ, ഇങ്ങനെയൊക്കെ നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാർഷിക വിത്തുകൾ, തൈകൾ, വളങ്ങൾ, കീടനാശിനികൾ, കളനാശിനികൾ എന്ന് തുടങ്ങി ധാരാളം കേന്ദ്ര ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കേരളത്തിൽ ലഭിക്കുമായിരുന്നു. പക്ഷേ ഈ രജിസ്ട്രിയിൽ പേര് ചേർക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നയപരിപാടികൾക്ക് വിരുദ്ധമായതുകൊണ്ട് കേന്ദ്രത്തോട് സഹകരിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നത്. അങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോയപ്പോഴേക്കും ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലെ കർഷകർക്ക് ലഭ്യമായില്ല. ഇന്നും കേരളത്തിലെ കർഷകർ പല വിധത്തിലുള്ള പരാധീനതകൾ അനുഭവിക്കുന്നു, സമരരംഗത്താണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കുകയില്ല, കാർഷിക മേഖലയിൽ ഞങ്ങൾക്ക് സ്വന്തമായ നയമുണ്ട്, അത് മതി എന്നുള്ള ശാഠ്യമായിരുന്നു. പക്ഷേ ഇന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കാൻ തയ്യാറായിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അങ്ങനെ ഒരു നല്ല തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തതിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കാതെ വയ്യ. എന്നാൽ ഈ തരത്തിലുള്ള രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാൻ വേണ്ടി ഇന്ന് സംസ്ഥാനത്തെ കർഷകർ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? കിസാൻ സമ്മാൻ നിധി വന്ന കാലത്ത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും നയിക്കുന്ന പാർട്ടിയും ആരും കിസാൻ സമ്മാൻ നിധിയിൽ ചേരരുത്, ഇത് തട്ടിപ്പാണ്, നിങ്ങളുടെ ഭൂമിയെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോകും, നിങ്ങൾക്ക് ലോൺ കിട്ടില്ല, നിങ്ങൾക്ക് ഭൂമി വിൽക്കാൻ പറ്റില്ല, കെട്ടിടം പണിയാൻ പറ്റില്ല, ഇലക്ട്രിക് ലൈൻ എടുക്കാൻ പറ്റില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സംസ്ഥാന സർക്കാരിൻ്റെ നയിക്കുന്ന CPIM എന്ന് പറയുന്ന പാർട്ടി എല്ലാ തെരുവോരങ്ങളിലും പൊതുയോഗം നടത്തി ജനങ്ങളെ ഭയപ്പെടുത്തി, കർഷകരെ ഭയപ്പെടുത്തി. ഈ പൊതുയോഗത്തിൽ പ്രസംഗിച്ച നേതാക്കന്മാരൊക്കെ പോയി കിസാൻ സമ്മാൻ നിധി മേടിച്ച് 1-2 വർഷം കഴിഞ്ഞാണ് ജനങ്ങൾ ഈ അമളി മനസ്സിലാക്കി അപേക്ഷ കൊടുത്ത് കിസാൻ സമ്മാൻ നിധിയെങ്കിലും കിട്ടാൻ തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു സർക്കാർ പറയുന്നതിനെ, ഒരു പാർട്ടി പറയുന്നതിനെ ജനങ്ങൾ ഭയത്തോടെയും സംശയത്തോടെയും ആണ് കാണുന്നതെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും ഞാൻ കേരളത്തിലെ കർഷകരോട് പറയുന്ന കാര്യം ഇതാണ്, ഈ പറയുന്ന കതിർ ആപ്പിലും രജിസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ അഗ്രിസ്റ്റാക്ക് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് പോർട്ടലിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭ്യമാവൂ എന്നുള്ള യാഥാർത്ഥ്യം എല്ലാ കർഷകരും അംഗീകരിക്കുക. എല്ലാവരും ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക എന്ന് ഞാൻ കേരളത്തിലെ മുഴുവൻ കർഷകരോടും അഭ്യർത്ഥിക്കുകയാണ്.